അളയാ ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ ചോദിക്കണം, നീ തുറക്കുന്നുണ്ടോ ഇല്ലയോ? അളയാ ചവിട്ടി തുറന്നേ. ഇവൻ പറഞ്ഞു കനക ഞാൻ തുറക്ക് കനക. എടാ തുറക്കാൻ. അതെ ഞാൻ മറന്നു. തുണി മാറാൻ സമ്മതിക്കരുത്. വീട്ടിൽ കിട്ടുന്ന ആത്മഹത്യയുള്ള പരിപാടിയല്ലേ? എന്താണ് ഇങ്ങനെ എല്ലാവരും കൂക്കി വിളിച്ചിട്ട് നീ വാതിലോർക്കാൻ? നീ ആവശ്യമില്ല തീർച്ചയായിട്ടും കാണിക്കണം. എടാ എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ രണ്ടാളിങ്ങനെ വാദിച്ച് ഓരോന്ന് കാട്ടിയിട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനാ? അതല്ലേ അത്? എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോണം. എടേ മുണ്ട് മാറി കൊടുക്കണ്ടേ? തുണി അവിടെ കുറ്റിടുന്നത് ആ വാതിലോട്ട് തുറന്നിട്ടാണ് മുണ്ട് മാറുന്നത്. ഒരു മുണ്ട് കൊടുക്ക എത്ര നേരടാ? ഞാൻ എന്റെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആർക്ക് ക്ലീറ്റിംഗ് വന്നേ. പ്രാന്ത് കാണിക്കുന്നു. വന്നേ മാവാ. മാമൻ ക്ലീറ്റിംഗ് കൊണ്ട് വരാൻ. പേടിപ്പിക്കാനായിട്ടുണ്ടായ ഒരു മോൻ തന്നെ എന്തായാലും എനിക്ക് ഇതുപോലെ ഒരു തല. ഏട്ടാ ഞാൻ പോണില്ല ഏട്ടാ. നീ പോ. ഇല്ല ഏട്ടനില്ലാതെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല. നീ പോയാൽ എനിക്ക് സുഖം കിട്ടുന്നു എന്നിട്ട് ആരാ പറഞ്ഞു? ആരുടെ പറഞ്ഞു? നമുക്ക് അതിനോട് പ്രായമൊന്നും ആയില്ലല്ലോ. ഒരു ഡോക്ടർ പറഞ്ഞില്ല നമുക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. പിന്നെന്താ? അല്ലെങ്കിൽ തന്നെ ഒരുപാട് മക്കളുള്ളവരാ അനാഥലത്തിൽ കിടക്കുന്ന മുഴുവൻ പേരും. മക്കളുണ്ടെങ്കിൽ ഒരു സുഖം, മക്കളില്ലെങ്കിൽ വേറൊരു സുഖം. ആ സുഖം എന്താണെന്ന് കണ്ടെത്തുന്ന നമ്മുടെ മിടുക്ക്. അല്ലെങ്കിൽ തന്നെ തക്കടിയില്ലേടി നമുക്ക്. അളിയാ അതെ ഫോൺ പോയില്ലായിരുന്നു. അതല്ല, ഞാൻ പിന്നെ സാഹസികമായിട്ട് അളിയനെ രക്ഷിക്കാനായിട്ട് ആത്മഹത്യ രക്ഷിക്കാൻ വന്നില്ലേ. അപ്പം എൻ്റെ ഫോൺ ഇവിടെ എവിടെയോ വീട് കേട്ടോ. ഫോണ് അതെ അതെ.